ഹലോ ഗൈസ്, അഫി ആൻഡ് അത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് വെച്ചിട്ടാണ്, മുഴുവൻ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടു നോക്കാം. എടുക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് മുഴുവൻ ഗോതമ്പ്, ശർക്കര, തേങ്ങ, ഏലയ്ക്ക. ഈ ഗോതമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്കിനി ഗോതമ്പ് വറുത്തെടുക്കാം. ഗോതമ്പ് നല്ല ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കണം. ഗോതമ്പിൻ്റെ കളർ മാറി വരുന്നുണ്ട്. കുറച്ചുകൂടി ചുവന്ന് വന്നിട്ട് നമുക്ക് കൊടുത്തെടുക്കാം. ഇത് നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഗോതമ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊടിച്ച് എടുക്കാം. ഗോതമ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയേണ്ട, ഒരു തരി പോലെ പൊടിച്ചെടുത്താൽ മതിയാകും. പൊടിച്ചെടുത്ത ഗോതമ്പ് ഇതിലോട്ട് മാറ്റാം, പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി ഇതിലൊന്ന് കുറച്ച് ഗോതമ്പ് ഇതിലോട്ട് മാറ്റിയിട്ട് ശർക്കരയും തേങ്ങയും കൂടി കുഴച്ചെടുക്കണം. നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ശർക്കര കൂടി അതിലേക്ക് അരിഞ്ഞിടാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണേക്കാൾ നല്ലത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കുകയാണ് നല്ലത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നമുക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ മാവ് പൊടിച്ച് വച്ചിരുന്നാൽ അവർ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ശർക്കരയും തേങ്ങയും കൂടി യോജിപ്പിച്ച് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും. വേറെ ഒരു ഓയിലോ ഒന്നും തന്നെ ചേരാത്ത ഇതാണ്, ഗോതമ്പിലുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.